യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ മാനസിക സംഘർഷങ്ങൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങൾ നമ്മൾ പുലർത്തുമ്പോൾ സ്വാഭാവികമായും ആ പ്രശ്നങ്ങൾ മാറുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിലെത്തുമ്പോൾ ക്ഷേത്രത്തിലെ പരിപാവനമായ അന്തരീക്ഷത്തിൽ മാനസികമായി നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ ഇല്ലാതാവുകയും അങ്ങനെ ആ മാലിന്യങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി നിർമ്മല മനുഷ്യരായി യഥാർത്ഥ സ്വഭാവമുള്ള നന്മയുടെ പ്രതീകമായിട്ടുള്ള മനുഷ്യരായി നമ്മൾ മാറുകയുമാണ് ചെയ്യുന്നത്. നന്മയുടെ പ്രതീകമായ മനുഷ്യരായി നമ്മൾ മാറണമെന്നുണ്ട് എങ്കിൽ മനസ്സിലെ മാലിന്യങ്ങൾ നമ്മൾ കഴുകിക്കളയണം. മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാകണമെന്നുണ്ട് എങ്കിൽ അതിന് ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ഭക്തി ആവശ്യമാണ്. ആ ഭക്തി കുടികൊള്ളുന്ന പരിപാവനമായ അന്തരീക്ഷമുള്ള ഒരു ഇരിപ്പിടമാണ് അല്ലെങ്കിൽ ഒരു ആലയമാണ്, ഒരു വീടാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നത്. ക്ഷേത്രം എന്ന പദത്തിന് സംസ്കൃതത്തിൽ ആചാര്യന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. എന്താണ് ക്ഷേത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ക്ഷേത്രത്തിൽ മനുഷ്യർ എത്തുന്നത്? ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ഷയങ്ങളെ അല്ലെങ്കിൽ നാശങ്ങളെ ഇല്ലാതാക്കുന്ന പരിപാവനമായ പ്രത്യേകതകളുള്ള ഒരു ഇടമാണ്. സംസ്കൃതത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ക്ഷയാത് ഭൂയതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന പരിപാവനമായ ഒരു ഇരിപ്പിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഭഗവാൻ കുടികൊള്ളുന്നു. ആ ഭഗവാനോട് ഭക്തിപൂർവം കാര്യങ്ങൾ അർത്ഥിച്ചാൽ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് നമ്മളെ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നത്. ക്ഷേത്രത്തിന് ശ്രീകോവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ശ്രീകോവിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നതോടുകൂടി നമ്മളും ഈശ്വരനുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുകയും ആ അടുപ്പം നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യകരമായി ഭവിക്കുകയും ചെയ്യും. മറ്റു മതസ്ഥരെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ പോവുക എന്നുള്ളത് ഒരു ദിനചര്യയായി നമ്മുടെ ജീവിതത്തിൽ ഇനിയും മാറിയിട്ടില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഉത്സവ ദിനങ്ങളിൽ മാത്രം ക്ഷേത്രങ്ങളിൽ പോവുക എന്നുള്ള ഒരു നിലപാടാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ നിയമങ്ങളും വ്യക്തമായ രൂപരേഖയുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോകണം, അവർ കുർബാന സ്വീകരിക്കണം, ഞായറാഴ്ചകൾ തോറും അവർക്ക് പള്ളിയിൽ പോകണം എന്നുള്ള നിർബന്ധങ്ങളുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയത്ത് നിസ്കരിക്കണമെന്നുള്ള പ്രത്യേകമായ ഒരു സമയമുണ്ട്. പക്ഷെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യപ്പെടുന്ന സമയം, അവർക്ക് എപ്പോഴാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക ആ സമയത്തിനനുസരിച്ച് പോയാൽ മതി. ആ ഒരു കൃത്യനിഷ്ഠാപരമായിട്ടുള്ള ഒരു നിർബന്ധമോ നിയമമോ നമ്മളുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് ആരാധനാലയങ്ങളുമായി അടുക്കുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്.